നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ ചൊല്ല്. ഈ ആധുനിക ടെക്നോളജി ഒക്കെ അപ്പാടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതും. പറഞ്ഞു വരുന്ന കാര്യം, ഈ ആധുനിക സേവനങ്ങൾക്കൊപ്പം സർക്കാരും പല വഴിക്ക് അതോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങൾ പലപ്പോഴും പൊതുജനങ്ങളുടെ നടുവൊടിക്കാറാണ് പതിവ്. ഇപ്പോൾ നിലവിലെ എല്ലാ സർക്കാർ സംഭവങ്ങളും ഓൺലൈനായിട്ടാണല്ലോ നടക്കുന്നതും. ഒരു അപേക്ഷ സമർപ്പിക്കുന്നതും ഓൺലൈനായിട്ടാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ഓൺലൈൻ സംവിധാനവും നമുക്ക് എല്ലാവർക്കും പണി തരാറുണ്ട്. എന്നാൽ എല്ലാം എളുപ്പത്തിലാക്കാം എന്നോണമാണ് ഈ കെ സ്മാർട്ട് എന്നൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. അതായത് ഒരു വിവാഹ രജിസ്ട്രേഷൻ പോലും സർക്കാർ ഓഫീസിന്റെ തിണ്ണ നിരങ്ങാതെ ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൂടാതെ ജനന മരണ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായി അപേക്ഷിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിലെത്തും. അങ്ങനെ ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു ഈ കെ സ്മാർട്ട് എന്ന പദ്ധതി. ഈ പദ്ധതി കഴിഞ്ഞ ജനുവരി മാസം മുതലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയത്. എന്നാൽ ഈ ഓൺലൈൻ സേവനമായ കെ സ്മാർട്ട് ഇപ്പോൾ തകിടം മറിയുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കെ സ്മാർട്ട് വല്ലാതെ ഓവർ സ്മാർട്ട് ആകാൻ തുടങ്ങി എന്നത്. മാസങ്ങളായിട്ടും അനങ്ങാപ്പാറ നയവുമായാണ് അധികൃതരും നിൽക്കുന്നത്. സേവനങ്ങൾ അതിവേഗം എത്തിക്കുന്നതിലും ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലുടനീളം കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ കെ സ്മാർട്ട് പദ്ധതി തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ എല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. അതിവേഗത്തിൽ പൊതുജന സേവനം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് തുടക്കമിട്ട കെ സ്മാർട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലെത്തിച്ചു. വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ചാൽ സമയത്ത് കാര്യം നടക്കാത്തതോടൊപ്പം തന്നെ അപേക്ഷകൾ വ്യാപകമായി നിരസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപേക്ഷിക്കുമ്പോൾ നൽകുന്ന പല വിവരങ്ങളും പെർമിറ്റിൽ ഉൾപ്പെടാതെയും പോകുന്നുണ്ട്. കെട്ടിടത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിലും അപാകതകൾ സംഭവിക്കുന്നു. ഇതോടെ നികുതി ഒടുക്കാൻ സാധിക്കുന്നതുമില്ല. കൂടാതെ മുൻപടച്ച നികുതിയുടെ വിവരങ്ങളും അതിൽ ലഭ്യമാകുന്നില്ല. കെട്ടിട നിർമ്മാണ പെർമിറ്റായി ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോലും എത്താറില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റു ഉദ്യോഗസ്ഥർക്കും മുൻപിൽ ഫയൽ എത്തി അവിടെ തന്നെ കിടക്കുന്നു. ഇതോടെ അത്യാവശ്യമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ പോലും തീരുമാനമാകാതെ ഫയലിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നേരിട്ടെത്തി പരാതിപ്പെട്ടിട്ടും തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർ കൈമലർത്തുന്ന അവസ്ഥയിലാണ്. ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ മാത്രമാണ് കെ സ്മാർട്ട് കുറച്ചെങ്കിലും ഫലപ്രദമായിട്ടുള്ളത്. എന്നാൽ സോണൽ ഓഫീസിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന അപേക്ഷകൾ മറ്റൊരു സോണൽ ഓഫീസിലേക്ക് എത്തുന്നതിനാൽ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ യഥാസമയം ലഭിക്കാതെയും പോകുന്നു. സാങ്കേതിക തരംഗം ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു കുതിച്ചു ചാട്ടം എന്നൊക്കെയാണ് കെ സ്മാർട്ട് അവതരിപ്പിച്ച് ആ സമയത്ത് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ അപേക്ഷകൾ ഉപയോഗിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിരുന്നില്ല എന്നതും വ്യാപകമായ ഒരു ആക്ഷേപം ഉയരുന്നതുമുണ്ട്. എന്തായാലും ജനങ്ങളെ വലയ്ക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.